നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഒപ്പം ഷെയർ ചെയ്യുവാനും മറക്കരുത്. ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. മകരം രാശിയിൽ ജനിച്ചതായ തിരുവോണം നക്ഷത്രക്കാരിൽ ഈ മാർച്ച് മാസത്തിൽ ഏഴരശനിയുടേതായ കാലഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞു പോയിട്ടുള്ള 2.5 വർഷക്കാലം ജന്മശനിയിൽ പലതരത്തിലുള്ളതായ വിഷമഘട്ടങ്ങളിലൂടെയും മനോദുഃഖങ്ങളിലൂടെയും സഞ്ചരിച്ചതായ ശനീശ്വരൻ ഇപ്പോൾ സ്വക്ഷേത്രവും മൂലക്ഷേത്രവുമായിട്ടുള്ളതായ കുംഭം രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുറച്ചൊക്കെ ആശ്വാസം വരുന്നതായിട്ടുള്ളൊരു സമയമാണ്. തൻ്റെ മനസ്സിലുള്ള തൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങളിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാനും അത് കൃത്യമായിട്ട് നടപ്പിൽ വരുത്തുവാനുള്ളതായ മനോബലം കിട്ടുന്ന സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ. ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിലും ഈശ്വരബന്ധത്തോടും ആത്മീയതയോടും കുറേയൊക്കെ അടുപ്പം തോന്നിക്കുകയും ഭൗതിക സമൃദ്ധികൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ കാണുന്നത്. ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിലും ഈശ്വരബന്ധത്തോടും ആത്മീയതയോടും കുറേയൊക്കെ അടുപ്പം തോന്നിക്കുകയും ഭൗതികമായിട്ടുള്ള സമൃദ്ധികൾ ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ കാണുന്നത്. പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ട് കുറച്ചൊക്കെ ഗുണാനുഭവങ്ങളും ഈ സമയത്ത് കാണുന്നുണ്ട്. കുടുംബത്തിലാണെങ്കിലോ സന്തോഷവും ധനപരമായിട്ടുള്ള ഉയർച്ചയും കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. കുടുംബത്തിൻ്റേതായ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം അധ്വാനിക്കുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ. 3-ാം ഭാവാധിപതിയും സഹായനാഥനും ദേവഗുരുവുമായിട്ടുള്ള വ്യാഴം സ്വക്ഷേത്ര ബലവാനായി നിന്നുകൊണ്ട് മീനൻ രാശിയിൽ സഞ്ചരിക്കുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. വിദേശവാസം ആഗ്രഹിക്കുന്ന തിരുവോണം നക്ഷത്രക്കാർക്ക് വിദേശവാസത്തിനുള്ളതായ അവസരങ്ങൾ കിട്ടുകയും അതുവഴി തൊഴിൽപരമായിട്ടുള്ളതായ ഗുണാനുഭവങ്ങൾക്കും ധനപരമായിട്ടുള്ളതായ ഉയർച്ചയ്ക്കും സാധ്യത കാണുന്നുണ്ട്. തൻ്റെ കൂടെ നിൽക്കുന്നവരിൽ നിന്നോ സഹായികളിൽ നിന്നോ സഹകരണ മനോഭാവം വഴി കുറച്ചൊക്കെ മനസ്സന്തോഷം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ. വ്യാഴത്തിനാണെങ്കിലോ വ്യയാധിക്യം കാണുന്നത് കൊണ്ട് ഈ മാർച്ച് മാസത്തിൽ വരവിനേക്കാളും കൂടുതലായിട്ട് ചിലവ് അധികരിച്ച് കാണുന്ന പക്ഷം ഈ സമയത്ത് വരുന്നതായ അപ്രതീക്ഷിതമായിട്ട് വരുന്നതായിട്ടുള്ള ചിലവുകളെയും അനാവശ്യമായിട്ട് വരുന്നതായ പാഴ്ചിലവുകളെയെല്ലാം നിയന്ത്രിച്ച് ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. മാർച്ച് മാസത്തിൻ്റെ ആരംഭത്തിൽ ശുക്രൻ 3-ാം ഭാവത്തിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നതും പിന്നീട് 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടും കർമ്മസ്ഥാനത്തേക്ക് നോക്കുന്നത് കൊണ്ടും ധാരാളം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും പുതിയ സംരംഭങ്ങൾ തുടങ്ങിയാലോ എന്നുള്ളതായ മനോബലം വരുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ. ബിസിനസ് രംഗത്താണെങ്കിലോ മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനുള്ളതായ സാധ്യതയും കാണുന്നുണ്ട്. വിവാഹ സംബന്ധമായിട്ട് ആലോചനകൾ ചെയ്തു വന്നിരുന്നതായ തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസത്തിൽ വളരെ അനുകൂലമായിട്ടുള്ളൊരു അവസ്ഥാവിശേഷത്തെയും കാണുന്നുണ്ട്.
കൂടാതെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതായ തിരുവോണം നക്ഷത്രക്കാർക്ക് നല്ല വിജയസാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ. പ്രത്യേകിച്ച് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട്. വീട് പണിയുന്നവരിലും വീടിൻ്റേതായ അറ്റകുറ്റപ്പണികൾ എല്ലാം പൂർത്തീകരിച്ച് വീട് ഭംഗി കൂട്ടുവാനും സാധിക്കുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും മേലധികാരികളിൽ നിന്നുള്ളതായ അംഗീകാരവും കൂടാതെ പ്രമോഷനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത്. കൂടാതെ സഹോദരി സഹോദര ബന്ധങ്ങളിൽ നിന്നും തൻ്റെ കൂടെ നിൽക്കുന്നവരിൽ നിന്നൊക്കെ സഹായ സഹകരണങ്ങൾ വഴി മനസ്സന്തോഷത്തിനുള്ളതായ സാധ്യതയും കാണുന്നുണ്ട്. ബുധൻ മാസത്തിൻ്റെ ആരംഭത്തിൽ 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ബുദ്ധി കൊണ്ട് എല്ലാ കാര്യങ്ങളെയും നോക്കിക്കണ്ട് ഉയർച്ചയിലേക്ക് എത്തിച്ചേരുവാനും വരുമാനം വർദ്ധിപ്പിക്കുവാനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, അഷ്ടമാധിപത്യമുള്ളതായ സൂര്യൻ മാസത്തിൻ്റെ ആരംഭത്തിൽ ശനീശ്വരനോട് കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് വളരെയധികം ശ്രദ്ധയോടെയും നീതിനിഷ്ഠയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ തിരുവോണം നക്ഷത്രക്കാർ ഈ മാർച്ച് മാസത്തിൽ പ്രാധാന്യമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടാക്ഷരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് ഭഗവാനോട് നല്ലോണം പ്രാർത്ഥിക്കുന്നതും ഭഗവാന് കദളിപ്പഴം, താമരമുട്ട്, നെയ്യ് ഇതെല്ലാം സമർപ്പിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്. കൂടാതെ നവഗ്രഹ ക്ഷേത്രത്തിലുള്ളതായ ശനീശ്വരന് നീരാഞ്ജനവും നെയ്വിളക്ക് ചെയ്യുന്നതും ശനീശ്വരന് നീലപ്പട്ട് സമർപ്പിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ട് ഈ മാർച്ച് മാസത്തിൽ കാണുന്നുണ്ട്.